ഹലോ. അപ്പോൾ ഇന്നത്തെ കഥ കേൾക്കണ്ടേ? ഇന്ന് പറയണത് ലക്നൗവിൽ ഒരു ഫാമിലിക്ക് ഉണ്ടായ ഒരു അനുഭവമാണ്. അപ്പോൾ ഈ ഫാമിലി ഇത് ഒരു 2013 നടന്ന സംഭവമാണ്. അപ്പോൾ അവരൊരു ദിവസം ഫാമിലി എല്ലാവരും കൂടെ ചേർച്ചിൽ പോയി. അവിടെ നിന്ന് തിരിച്ച് വീട്ടിൽ വന്നു. അന്നത്തെ ദിവസം രാത്രി വളരെ ലേറ്റായിട്ട് മൂവിയൊക്കെ കണ്ടിട്ടാണ് ആ വീട്ടിലെ പിള്ളേർ, ബ്രദറും സിസ്റ്ററും, അവർ രണ്ടാളും കിടന്നത്. വളരെ ലേറ്റായിട്ടാണ് കിടന്നത്. കിടന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവരുടെ ഡോറിൽ വല്ലാതെ നോക്ക് ചെയ്യുന്നതായിട്ട് തോന്നി. അപ്പോൾ ഈ പയ്യന് എന്തോ ഒരു പേടി തോന്നി. പയ്യൻ പെട്ടെന്ന് വിളിച്ചു പറഞ്ഞു, ഗ്രാൻഡ് പാ ഉണ്ടായിരുന്നു അവരുടെ. അപ്പോൾ അപ്പനോട് പെട്ടെന്ന് വടി എടുത്തിട്ട് വരൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ നോക്കിങ് വല്ലാതെ കൂടി. അങ്ങനെ വല്ലാതെ നോക്ക് ചെയ്ത് പിറ്റേ ദിവസം തന്നെ ഇവർ ഒരു പ്രീസ്റ്റിനെ വിളിച്ചു. പ്രീസ്റ്റ് വന്നു. അവിടെ ഈ ഉറുദുവിലൊക്കെ എഴുതിയ ഓരോ പ്രാർത്ഥനകളൊക്കെ ഓരോ ഡോറിൻ്റെയും ഫ്രണ്ടിലൊക്കെ വെച്ച് കുറേ എന്തോ ഇരുമ്പൊക്കെ കൊണ്ടുള്ള ഓരോ സാധനങ്ങളൊക്കെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് വെച്ചു. പക്ഷെ അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായില്ല. ഈ സൗണ്ട് എന്നുമല്ല, മിക്കവാറും ദിവസങ്ങളിൽ ഈ ഡോറ് നോക്ക് ചെയ്യുന്ന സൗണ്ട് ഇവർക്ക് കേൾക്കാമായിരുന്നു. അങ്ങനെ ചില ദിവസങ്ങളിലൊക്കെ ഈ പയ്യന് ദേഷ്യം വന്നിട്ട് ഡോറിൻ്റെ അടുത്ത് പോയി ഒച്ചത്തിൽ അലറി ചോദിക്കാറുണ്ട് ആരാതെന്നൊക്കെ. പക്ഷെ ഒരു റെസ്പോൺസും കിട്ടാറില്ല. അങ്ങനെ ഒരു ദിവസം ഇവരോട് ആരോ പറഞ്ഞു, ഇങ്ങനെ ഹനുമാൻ ചാലീസ ഒന്ന് പ്ലേ ചെയ്ത് നോക്ക്, ചിലപ്പം എന്തെങ്കിലും ഒരു ആശ്വാസം കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറയുന്നത് അവർ ഈ ഹനുമാൻ ചാലീസ പ്ലേ ചെയ്തു. അത് പ്ലേ ചെയ്ത് ആദ്യത്തെ ഒരു 3 മിനിറ്റ് ഡോറ് വല്ലാതെ നോക്ക് ചെയ്യായിരുന്നു എന്ന്. അതായത് ആ ഡോറ് പൊട്ടിപ്പോകുന്നവർക്ക് തോന്നി. അതുപോലെ ഡോറ് നോക്ക് ചെയ്തിട്ട് പെട്ടെന്ന് അതങ്ങ് നിന്നു. പിന്നീട് അവർ ആ സൗണ്ട് കേട്ടിട്ടേയില്ല. പക്ഷേ അവർ വിശ്വസിക്കുന്നത് ഇപ്പോഴും അവിടെ ആരോ ഉണ്ട്. എന്നാൽ എന്താ അവർക്ക് എപ്പോഴും അറിയില്ല. പക്ഷേ എന്നാൽ സൗണ്ട് കേൾക്കുന്നില്ല. അങ്ങനത്തെ ഒരവസ്ഥ. അപ്പം നിങ്ങളിങ്ങനത്തെ കഥകളൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരാണോ? ഞാൻ ഒത്തിരി വിശ്വസിക്കും കേട്ടോ. എനിക്ക് അതുകൊണ്ടാണ് ഇത് പറയാനും ഇഷ്ടം. അപ്പം നിങ്ങളിങ്ങനത്തെ കാര്യങ്ങളൊക്കെ വിശ്വസിക്കുന്നവരാണോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ പരിസരത്ത് ആർക്കെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ആർക്കെങ്കിലും ഇങ്ങനത്തെ എന്തെങ്കിലും ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയണം കേട്ടോ. കമൻറ്റിൽ പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ എനിക്ക് എൻ്റെ മെയിലിൽ അയച്ചാലും മതി. എൻ്റെ മെയിൽ ID ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ശരി, വീണ്ടും കാണാം കേട്ടോ വേറെ വീഡിയോയിൽ.